ഹായ് ഗൈസ് അപ്പോൾ ചിങ്കുടുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ചിങ്കുടുവിൻ്റെ എന്താണ് പൊന്നോ ഗൈസ് ഇവിടെ കിടന്ന് ഞാൻ പറയണ ഒരാള് അതെടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ചിങ്കുടുവിൻ്റെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ ഉണ്ടത്, അതായത് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണെന്ന് വെച്ചാല് ചിങ്കുടുവിന്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ എത്തി മേടിച്ചതിന് ശേഷം പറഞ്ഞു. ഒരു 4-5 ദിവസമായി വന്നിട്ട്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഒരു 10-25 കിലോമീറ്ററിന് മേലെ ഉണ്ട്. അപ്പൊ അത് കുറച്ച് ലോങ് വന്നിരിക്കണം, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 4 ദിവസമായി ഞങ്ങൾ പോകാൻ വേണ്ടി. ചിങ്കുടുവിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊറിയർ ആണ്. അപ്പൊ അതെന്താണെന്ന് എല്ലാരും വെയിറ്റ് ചെയ്യാ. പിന്നെ ഇതാണ്ട ഇവളിപ്പോ എഴുന്നേറ്റേ ഉള്ളൂ. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടിലായിരുന്നു. അമ്മക്ക് വേറെ പണിയൊന്നും ഇല്ല, മൂടില്ല. ഇനിയിപ്പോ ആവശ്യമെടുത്താലാണ് കുറച്ച് സെയിലായിരിക്കും. അപ്പൊ ഗൈസ് ഞങ്ങളിതാ ഇറങ്ങി, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, കൊറിയർ എടുക്കാൻ വേണ്ടി പോകാലോ. ഡാഡി മോളും കൂടെ പോയിട്ട് വന്നതാണ്. നമ്മ ഇതിനോട് പോയിട്ട് ഒരു പരിപാടി സ്കൂളിൻ്റെ ടൈമാണ്. അപ്പോൾ കൊറിയർ മേടിച്ചിട്ട് വന്നോട്ടാ. അതിനുള്ളിൽ കയറിയത് സ്കൂളിൻ്റെ ടൈമാണ്. അത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് കൊറിയർ സർവീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി വരിക, ചിങ്കുടു ഉള്ളതല്ലേ, അപ്പം എല്ലാവരും കൂടി വരിക. അപ്പം ഞങ്ങൾ വേഗം അവിടെ നിന്ന് റോഡിൽ ഞാനും അമ്മയും കാറിലിരുന്നു കേട്ടോ. ഒന്നാമത് ഇവിടെ വണ്ടി നിർത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, സ്റ്റാൻഡ് ആയതുകൊണ്ട് തിരക്ക് കൂടുതലാണ്. എന്താ പെണ്ണിന് സന്തോഷം. ചിങ്കിടു ചിങ്കിടു ഇതാ എവിടെ പോയതാണ്? ഓ വണ്ടി ഓട്ടുന്ന തിരക്കിലാണ് ഗൈസ്. അപ്പോൾ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ വീടെത്തിയിട്ട് കാണിച്ചല്ലേ, വീടെത്തിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ചിങ്കിടുവിനെ മേടിക്കട്ടെ. അതെ, എന്താണ് സംഭവം എന്നാണ്. അപ്പോൾ ചിങ്കിടുവിന് എന്തെങ്കിലും കാഴ്ച കൊടുക്കട്ടെ ഗൈസ്. മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് വേറെ ഷൂട്ടിങ് ഉണ്ടായിരുന്നല്ലോ, വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അമ്മനെയൊക്കെ കൊണ്ടുവിട്ട് ലാസ്റ്റ് ഞങ്ങളിതാ തിരിച്ച് വീടെത്തി. ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിങ്കുടുവിന് വന്ന കൊറിയർ അതെന്താണ് അവേ? അപ്പോൾ എന്താണ് കൊറിയർ വന്നത്? അല്ല നമുക്കല്ലേ ചിങ്കുടുവിന് വന്നത് കാണിച്ചു കൊടുക്കാം അല്ലേ? പിടിച്ചോ, കാണിച്ചോ. ഇതാണ് ഗൈസ് ചിങ്കുടുവിന് വന്നത്. അപ്പൊ ഏകദേശം എല്ലാവർക്കും ഇത് കണ്ടറിയാം എന്തായിരിക്കും എന്നുള്ളത്. അതെ, അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇതാണ് സിൽവർ പ്ലേ ബട്ടൺ അല്ലേ ഗൈസ്. അപ്പോൾ സിൽവർ പ്ലേ ബട്ടൺ ചിങ്കുടുവിന് വന്നിരിക്കുന്നു അല്ലേ. അതായത് ഇപ്പൊ ഞങ്ങള് 100K ആയാലാണ് വലുതാണ് കേട്ടോ. ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചെറുതായി. അറിയില്ല, വേണം പറയണ ഗൈസ്. അപ്പോൾ 100K അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക. അപ്പോൾ ഞങ്ങൾ കിട്ടിയത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഡിലേ ആയി, ഫസ്റ്റ് ശരിയായില്ല, പിന്നെ ഒന്ന് അപ്ലൈ ചെയ്തപ്പോഴാണ് വന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് പ്ലേ ബട്ടൺ കൈ കിട്ടി. ഞാൻ അവിടെ അല്ലേ മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് തന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഫസ്റ്റ് ഞങ്ങളുടെ ഇതിൽ കിട്ടും, ദിയാഭവാസം എന്നുള്ള ഇതിൽ കിട്ടുന്ന ടൈമിൽ അയ്യോ ഇവിടെ ഉണ്ടാ ഇത് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ചെറുത്. അപ്പോൾ എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ സിൽവർ പ്ലേ ബട്ടൺ ഓൾറെഡി അതെ അല്ല സിൽവർ പ്ലേ ബട്ടൺ ഓൾറെഡി ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ചെറിയ ബോക്സ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതിലുണ്ടല്ലോ അവ. അപ്പോൾ എന്തായാലും ഞങ്ങൾ മേടിച്ചപ്പോൾ ഒരു പൊട്ടിച്ച് നോക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ എന്തായാലും നമ്മൾ വീഡിയോ എടുത്തിട്ട് അതിനെ പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഭാവിച്ച് ഓപ്പൺ ചെയ്തു. ശരി കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലേ ബട്ടൺ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ എന്താണ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യണം. ഇവിടെ ഒരാൾ പിടിച്ചു വലിക്കരുത്, സമ്മതിക്കുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചൊന്നും ഇല്ല. അപ്പോൾ എന്താണ് ഇത് നമുക്ക് എന്തായാലും തുറക്കാവേ. ഇവിടെ അടുത്തേക്കോ ചിങ്കുടു ഇത് നോക്കിതാ കള്ളി ഇവിടെ നോക്കിതാ എന്താണിത്? ഞാൻ അടുത്ത് പോയാൽ ഇവരെ കാണില്ല, അറിയില്ല. തുറന്നു വന്നിട്ട് ലാസ്റ്റ് കാണിച്ചു കൊടുത്താ ഇതാണ് അടുത്ത് പറഞ്ഞില്ലേ. അല്ല ഇവിടെ എന്താണ് ഒരു ടൈപ്പ് കൂടി ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അത് പൊട്ടിച്ചിട്ട് സമ്മതിക്കുന്നില്ല ഗൈസ്.
ആ തുറക്കാൻ കൊണ്ടുപോവേ നമുക്ക് ഓപ്പൺ ചെയ്തതിന് എന്നൊരു ചെറിയൊരു സ്പോഞ്ച് ഉണ്ടാവും. അപ്പൊ എന്തായാലും അത് ഓപ്പൺ ചെയ്യാത്തേ ഗൈസ്. ഫസ്റ്റ് തന്നെ ഇതാ നമുക്കൊരു കാർഡ് ഉണ്ടാവും, അതായത് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു യൂട്യൂബിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. ഇനി അടുത്തത് ഇതാണ് ചിങ്കിടുവിന്റെ പ്ലേ ബട്ടൺ. നമ്മുടെ സെയിം അതേ ഇത് തന്നെയാണ് പ്ലേ ബട്ടൺ, വേറൊരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സൈസ് ചെറുതായി. ഇതണ്ട സൈസ് ചെറുത്. പക്ഷെ ഇത് എന്താന്നറിയോ, എസ്വാ ദിയ ഫവാസ് 100K അല്ലേ? അല്ല 100K അല്ലേ? ആ അതന്നെ. ചിങ്കിടുവിന്റെ പ്ലേ ബട്ടൺ വേണ്ട, പേപ്പർ മതി. പിന്നെ ഇതുപോലൊരു കാർഡ് കൂടി അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താ പറയാ, നമ്മുടെ പ്ലേ ബട്ടൺ അങ്ങനെ കയ്യിൽ കിട്ടി ചിങ്കിടുവിന്റെ. അപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ 100K അടിച്ചത്, അതുപോലെ തന്നെ 1 മില്യൺ അടിച്ചതിന്റെയൊക്കെ പ്ലേ ബട്ടൺ. അപ്പൊ ഇനി ചിങ്കിടുവിന്റെ ഇതും കൂടി വെക്കാം. ഇനി ചിങ്കിടുവിന് അടുത്തത് 1 മില്യൺ അടുത്തത് ടാർഗറ്റ് 1 മില്യൺ ആണ്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് 1 മില്യൺ അടിക്കാൻ പറ്റും. പിന്നെ ഇപ്പം ചിങ്കിടുവിന് 200K ആവണം അല്ലേ? എന്തായാലും ഈ വീഡിയോ വന്ന് 2 ദിവസം കഴിയുമ്പോഴും 200K ആവും. ഗൈസ്, അപ്പൊ ഇതാണ് ടച്ച് ചിങ്കിടുവിന് കിട്ടിയതും ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ട. ബാക്കി അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് വിചാരിച്ചു, ഇനിയിപ്പോ കുട്ടികൾക്ക് വലിപ്പ വ്യത്യാസം കണ്ടില്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ഇനി വേറെ ആയിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നല്ല ഡിഫറൻറ്റ് ഉണ്ട് സൈസ് തമ്മിലോ. എന്നാലും നമുക്ക് ഇതൊക്കെ ഒരു എന്താ പറയാ, അംഗീകാരം എന്ന് പറയുന്നത് എന്താ വല്ലാത്തൊരു ഇതാണ്. ഒന്നാമത് ചിങ്കിടുവിന് ഇത്ര പെട്ടെന്നായി കിട്ടിയില്ലേ, വിചാരിച്ചില്ല. ആ കവർന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാതെ കവർന്ന് എടുത്തിട്ട് നോക്കുമ്പോൾ ഒന്നുകൂടെ നല്ല തിളക്കണം കണ്ട. ഇപ്പൊ കറക്റ്റ് ആയിട്ട് അറിയില്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. വീഡിയോസ് വരും, ടൈം കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സപ്പോർട്ട് ചെയ്യാ. ടാറ്റ പറയുന്നത് അത് ശരിക്കും ടാറ്റയാണല്ലോ. ഗൈസ് ഇവിടെ തണ്ട പ്ലേ ബട്ടണൊക്കെ വെച്ച് എടുക്കാൻ വേണ്ടിട്ട് ഓടിക്കൊണ്ടിരിക്കണ ഗൈസ്. അപ്പോ ചിങ്കിടോ ടാറ്റ 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 പറഞ്ഞു ഗൈസ്. ടാറ്റ.